സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ, അവൻ്റെ സ്നേഹം ലഭിക്കുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കാലം ദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തെ കൂടി വരവേൽക്കാൻ നാം അടുത്തിരിക്കുകയാണ്. ഏതാനും ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ ലോകം ആകെ കൊട്ടിഘോഷിച്ചിരുന്ന 2020 നമ്മളോട് വിട പറയുകയാണ്. 2020 ലോകത്തുള്ള വികസന രാജ്യങ്ങളും വികസിത രാജ്യങ്ങളുമൊക്കെ ഒരുപോലെ ആഘോഷിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഒരുങ്ങിയൊരു വർഷമായി. ലോകത്തിൻ്റെ മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ സമ്പന്ന രാജ്യങ്ങൾ മുഴുവൻ വിനോദങ്ങളുടെ പറുദീസ കെട്ടിപ്പൊക്കാൻ 2020 പ്രോജക്റ്റുകളുമായി വന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. അവയോട് മത്സരിക്കുകയായിരുന്നു മൂന്നാം ലോക രാജ്യങ്ങളായ നമ്മെപ്പോലെയുള്ള എല്ലാ വീട്ടിലും കക്കൂസ് പോലുമില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളും. ഇത്രയൊക്കെ വലിയ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ, ഒരുങ്ങലുകൾ, പണം ചിലവഴിക്കലുകൾ, ഇതൊക്കെ നടത്തിയിട്ടും സംഭവിച്ചതെന്താണെന്ന് ആലോചിച്ച് നോക്കൂ. 2020 ആഘോഷിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഒരു പ്രോജക്റ്റും നടപ്പാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അതികടുപ്പമുള്ള സാമ്പത്തിക, സാമൂഹ്യ, ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും എത്തിപ്പെട്ടു. ഇവിടെയാണ് ഒരു പുതിയ വർഷത്തെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടത്. എല്ലാ വർഷങ്ങളും പുതിയത് വരുമ്പോൾ നമ്മുടെ സമൂഹം ആഘോഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ന്യൂ ഇയർ ഒരാഘോഷമാണ്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്ന് വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സംസ്കാരമില്ലാത്തവനായി പോകുന്ന ഒരു കാലം. സത്യത്തിൽ എന്താണ് ഇത്? പുതുമകളോട്, പുതിയതിനോട് അഭിനിവേശം ഉണ്ടാവുക എന്നത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നേരെ ഇരിക്ക്, ചാരിയിരിക്കല്ല. കൈ അങ്ങനെ കെട്ടി ചുമക്കിരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ കാലിങ്ങനെ കെട്ടിയിട്ടേ ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതിയതിനോടൊക്കെ ഒരു അഭിനിവേശം, അത് മനുഷ്യ സഹജമാണ്. പുതിയ വാഹനം, പുതിയ വീട്, പുതിയ ഫോൺ, പുതിയ വാച്ച്, ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും അങ്ങനെയാണ്. പുതിയ അനുഭവങ്ങളിൽ സന്തോഷമില്ലാത്തത് മനുഷ്യ ഫിലോസഫി അനുസരിച്ച് ഒന്നിനോട് മാത്രമാണ്. ഒരു പുതിയതിനോട് സന്തോഷമില്ലാത്തത് ഒന്നിനോട് മാത്രമാണ്, അത് മരണമാണ്. മഹാനായ ഒരു അറബി കവി ഉണ്ടായിരുന്നു, ഹുതൈഹ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹം മരണമാസന്നമായ സമയത്ത് പറഞ്ഞ 2 വരി കവിതകൾ അതിമനോഹരമാണ്. അദ്ദേഹം പറഞ്ഞു, ലികുല്ലി ജദീദിൻ ലദ്ദത്തുൻ ഗൈറ അന്നനി വജദ്തു ജദീദൽ മൗതി ഗൈറ ലദീദ്.
എല്ലാ പുതിയതിനും ആസ്വാദനം എനിക്ക് കിട്ടിയിരുന്നു. ഏതൊരു പുതിയതിലേക്ക് എത്തിയാലും അവിടെ ഒരു ആസ്വാദനമുണ്ടാകും. പക്ഷേ മരണം എനിക്കൊട്ടും ആസ്വാദനം നൽകുന്നില്ല. ഒരുപക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയ ഫിലോസഫി ആയിരിക്കും ഇത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഫിലോസഫി തികച്ചും വ്യത്യസ്തമാണ്. ഇസ്ലാം പറയുന്നത് മരണമാസന്നനായ വ്യക്തിയോട് എൻജോയ് യുവർ മൗത്ത് എന്നാണ്. നീ നിന്റെ മരണത്തെ ആസ്വദിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു വല്ലാത്ത പദമാണ്, നീ നിന്റെ മരണത്തെ ആസ്വദിക്കുക. നമുക്കറിയാം, ഒരുപാട് വാചകങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ആ വാക്കുകൾ ആലോചിച്ചു. അത് മരണത്തിൻ്റെ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ചെവിടുകളിൽ കേൾക്കേണ്ട ശബ്ദമാണ്. അല്ലയോ സായോജ്യമടഞ്ഞ സമാധാനത്തോടുകൂടി നിൽക്കുന്ന ആത്മാവിൻ്റെ ഉടമയെ. എന്താണ് ആ വാക്കുകൾ ആലോചിച്ചു? അന്നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്. വന്നോ, നിന്റെ റബ്ബിലേക്ക് വന്നോ. റാദിയതൻ, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, ഒട്ടും വേവലാതി വേണ്ട, പേടി വേണ്ട. മർദിയതൻ, നിന്നെക്കുറിച്ച് ഇവിടെയുള്ളവരും സന്തോഷത്തിലാണ്. അപ്പോൾ എന്ത് രസകരമായിരിക്കും അത്. മറ്റൊരിക്കൽ അല്ലാഹു തആല ആ സന്ദർഭം വിവരിച്ചത് വല്ലാത്ത ഹൃദയസ്പർക്കാണ്. മരണമാസനമായിരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നു നിൽക്കുന്നു. ആ കാഴ്ച കാണാൻ ചുറ്റുഭാഗമുള്ള ആർക്കും സാധ്യമല്ല, മരിക്കുന്നവനല്ല. മരിക്കുന്നവൻ ആ കാഴ്ച കണ്ട് ഒന്നുകിൽ ആസ്വദിക്കും, അല്ലെങ്കിൽ പേടിച്ചു പുറക്കും. ആസ്വദിക്കുന്ന മരണത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ടേ, ദുഃഖിക്കണ്ടേ, സങ്കടപ്പെടണ്ടേ. വഅബ്ശിറു ബിൽ ജന്ന, നീ നല്ല ഹാപ്പിയായി വാ. അബ്ശിറു, ആ വാക്കൊക്കെ എന്തു രസമാണ്. നമ്മൾ അതിനൊന്നും എങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല, അനുഭവിച്ചെങ്കിൽ തന്നെ കിട്ടും. വഅബ്ശിറു ബിൽ ജന്ന, ഇതാ നോക്ക്, ആ സ്ക്രീനിലേക്ക് നോക്ക്, നീ ഒരു സ്വർഗം കാണുന്നില്ലേ, അതാണ് നിനക്കുള്ളത്. വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് മയ്യത്തിൻ്റെ സംസാരത്തെക്കുറിച്ച്. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ എൻ്റെ പിന്നാലെ പോകാറുണ്ടല്ലോ. നമ്മൾ ചെവിടോർത്താൽ പോലും കേൾക്കാത്ത ഒരു സംസാരം ആ മയ്യത്ത് നടത്തുന്നുണ്ട്. തിരുമേനി പറഞ്ഞു, ആ മയ്യത്ത് മരണം ആസ്വദിച്ച, അനുഭവിച്ച നല്ല മനുഷ്യനാണെങ്കിൽ അത് പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗം നടക്കിന്, വേഗം നടക്ക്, എനിക്ക് എത്തണം, എനിക്കവിടെ എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്. എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ട് പൂതി തീരാത്ത ഒരു വിഷയമാണ് സഹോദരന്മാരെ. അല്ലദീന തതവഫാഹുമുൽ മലായിക, അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ, നല്ല മനുഷ്യരുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കുന്ന സമയത്ത് യഖൂലൂൻ, ആ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കേൾക്കില്ല, അല്ലാഹു തആല അത് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ കേൾക്കില്ല. പക്ഷേ മയ്യത്ത് ശരിക്ക് കേൾക്കും, മരിച്ചു പോയിരിക്കുന്ന ആൾ കേൾക്കും. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. ഇതിലിപ്പുറം എന്താ വേണ്ടത്? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് ശാന്തി. ഇതാ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് വന്നുകൊള്ളുക. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മരണത്തെക്കുറിച്ച് മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഫിലോസഫി അല്ല, തികച്ചും വ്യത്യസ്തമാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യന് ഇങ്ങനെ ഒരു ആഘോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല, മനുഷ്യനെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആഘോഷം ഭൂഷണമാണോ?
ഒരു പുതിയ വർഷം വരുമ്പോൾ ഉറങ്ങാതെ ആ 12 മണിക്ക് സെക്കൻഡുകൾ മാത്രമുള്ളപ്പോൾ കൗണ്ട് ഡൗൺ നോക്കി നിന്ന് ആഹ്ലാദിക്കുവാനും ചിരിക്കുവാനും രസിക്കുവാനും പടക്കം പൊട്ടിക്കുവാനും നിശാ ക്ലബ്ബുകളിൽ ആടാനും കള്ളു കുടിക്കുവാനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും ഒക്കെ ഭൂഷണമാണോ? നോക്കൂ സഹോദരങ്ങളെ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ അതിനർത്ഥം എന്താണ്? ക്ലിപ്തപ്പെടുത്തിയ നമ്മുടെ ആയുസ്സിൽ നിന്ന് അത്രയും കഴിഞ്ഞു എന്നല്ലേ. എങ്ങനെയാണ് സന്തോഷിക്കുക? സന്തോഷിക്കുന്നവർ, ആഹ്ലാദിക്കുന്നവർ, ചിരിക്കുന്നവർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സന്തോഷിക്കുക? അല്പം കൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തോടടുത്തു. ഇതിൽ സന്തോഷമാണോ ഉണ്ടാവുക? അതിൽ സന്തോഷമുണ്ടാകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. അള്ളാഹു അതിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ? മരണത്തോടടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് പലപ്പോഴും പേടിയല്ലേ ഉണ്ടാവുക, ദുഃഖമല്ലേ ഉണ്ടാവുക, കൂടുതൽ ചിന്തയല്ലേ വേണ്ടത്. ഇനി ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം അല്ലേ? നോക്കൂ, ദൈവ മത നിരാസ ആളുകൾ പോലും, ദൈവമത നിരാസക്കാർ പോലും, അതിനെ നിരസിക്കുന്നവർ പോലും അവരെ ആലോചിക്കണം എപ്പോഴെങ്കിലുമൊക്കെ, പറ്റുമോ ഈ മരണത്തെ ഒരു സെക്കൻഡ് സമയം ഒന്ന് പിന്തിച്ച് കിട്ടാൻ? ചെയ്യോ? കഴിയോ? എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും പലരും കാണേണ്ടതായിരുന്നു, ബാക്കിയാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കണ്ടുപിടുത്തം നമ്മുടെ മെഡിക്കൽ സയൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ സന്തോഷിക്കാനാവുന്നത്? നമ്മൾ അറിയണം ഈ ദുനിയാവിൽ നമ്മൾ ആരാണ് എന്ന്. നമ്മൾ ആരായി ദുനിയാവിൽ? നമ്മളൊരു യാത്രക്കാരല്ലേ? നബി തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദീർഘമായി യാത്ര നടത്തുമ്പോൾ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ നിന്നവർ അല്ലേ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അൽ അബ്ദു മിൻ ഹീന ഇസ്തഖറത് ഖദമഹു ഫീ ഹാദിഹി ദാർ ഫഹുവ മുസാഫിറുൻ ഫീഹാ ഇലാ റബ്ബിഹി. ഒരടിമ ഈ ലോകത്തേക്ക് അവൻ്റെ കാൽ വെച്ചത് മുതൽ അവൻ റബ്ബിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എവിടെയും നിൽക്കല്ല, അങ്ങനെ വിചാരിക്കണ്ട, യാത്രയിലാണ് അവൻ. വമുദ്ദതു സഫരിഹി ഉംറുഹു അല്ലദീ കുതിബ ലഹ്. അവൻ്റെ യാത്രയുടെ കാലം എത്രയാണ്? അത് അവന് നിർണയിക്കപ്പെട്ട അവൻ്റെ ആയുസ്സാണ്, യാത്രയുടെ കാലം അല്ലേ? ഇനി നോക്കൂ, സുമ്മ ജുഇലത്തിൽ അയ്യാം വല്ലയാലി മറാഹില ലിസഫരിഹി. പിന്നെ ഈ രാവും പകലുമൊക്കെ അവൻ്റെ യാത്രയിലെ കിലോമീറ്ററുകളാണ്. ഇത്ര രാവ്, ഇത്ര പകൽ, ഇത്ര ദിവസം എന്നൊക്കെ പറഞ്ഞാൽ فلا يزال يطويها مرحلة بعد مرحلة حتى ينتهي السفر. അവൻ ഓരോ രാവ് കഴിഞ്ഞു പോകും തോറും, ഓരോ പകൽ കഴിഞ്ഞു പോകും തോറും, ഓരോ മാസം കഴിഞ്ഞു പോകും തോറും, ഓരോ വർഷം കഴിഞ്ഞു പോകും തോറും അവന്റെ യാത്രയുടെ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതല്ലേ ഇവിടെ നമുക്ക് ഇവിടെയാണ് ചിരിക്കാൻ, ആഹ്ലാദിക്കാൻ, ആഘോഷിക്കാൻ. എവിടെയാണ് സഹോദരങ്ങളെ ഇവിടെ ഒരു നിർവാഹമുണ്ട്? ഇനി നോക്കൂ, ഈ ആഘോഷങ്ങളിൽ വല്ല നന്മയുമുണ്ട്? അത് നമ്മൾ ചിന്തിക്കണം. തിന്മയല്ലാതെ വല്ലതുമുണ്ട്? നന്മ അവിടെ നിൽക്കും. ഒന്ന് എണ്ണി പറയും, തിന്മയല്ലാതെ വല്ലതും. നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് നാം ഗ്രഹിക്കേണ്ടത്, ഇസ്ലാം എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ നന്മകളെയും നിങ്ങൾ ഒന്ന് എണ്ണി പറയും, ഒരെണ്ണം പറയൂ. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത, അനുവദിച്ചിട്ടില്ലാത്ത ഒരു നന്മ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു. ഖുൽ മൻ ഹറമ സിനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി മിനത്ത്-ത്വയ്യിബാതി മിനൽ റിസ്ഖ്. നബി അവരോട് ചോദിക്കണം, ആരാണ് അല്ലാഹു തന്റെ അടിമകൾക്ക് വേണ്ടി ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറയുന്നവർ? ആരാണ്? അങ്ങനെ പറയാൻ പറ്റുമോ? ഖുൽ, പറയൂ നബിയേ, ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ. ഈ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മുഴുവൻ, സന്തോഷങ്ങളും സമൃദ്ധികളും മുഴുവൻ ദുനിയാവിലെ ജീവിതത്തിൽ വിശ്വാസികൾക്കുള്ളതാണ്.
അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഖാലിസത്തൻ യൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിലോ മുഅ്മിനുകൾക്ക് മാത്രമായി. ആരാ പറഞ്ഞു? നമുക്കൊക്കെ തോന്നലുണ്ടല്ലേ, മുസ്ലിം ആയതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളിൽ ഒന്നുപോലും നമുക്ക് നിഷിദ്ധമല്ല. ഒന്നുപോലും. അങ്ങനെ ആരും വിചാരിക്കേണ്ടെന്നർത്ഥം. ഒന്നുപോലും നിഷിദ്ധമല്ല. മനുഷ്യൻ എന്ന ഈ മഹാ അത്ഭുതകരമായ എഞ്ചിന് പറ്റുന്ന അനുയോജ്യമായ ഒന്നും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആഘോഷത്തിൽ, ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ വിശ്വാസികളെന്ന നിലക്ക് നാം അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണം. വല്ല നന്മയുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയകമായി എനിക്ക് ഓർമ്മിപ്പിക്കാറുള്ളത്. ഒന്നാമത്തേത്, എന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് ഈ മിമ്പറിൽ വെച്ച് പറയുന്നു? നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് വേണ്ട? കൃത്യമായ ഉത്തരമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്. നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ ഹറമ റബ്ബിയ, എൻ്റെ റബ്ബ് വേണ്ടെന്ന് പറഞ്ഞത് ഇത് മാത്രമാണ്. ഞാൻ പറഞ്ഞു, ഒക്കെ നമുക്ക് എന്താണ് അനുവദിക്കപ്പെട്ടത്? ഒരു സംശയം വേണ്ടേ? ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടി. പിന്നെ വേണ്ടെന്ന് പറഞ്ഞത് ഏതാ? അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഫവാഹിഷുകൾ, നീചവൃത്തികൾ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ വാസനയുള്ളത്, നീചമായ. നമുക്കിഷ്ടമാണോ ചീഞ്ഞ വാസന? വളരെ സിമ്പിളാ സഹോദരൻ. വേണ്ടെന്ന് പറഞ്ഞത് അത് മാത്രമാണ്. വൽ ഇസ്മ, അധർമ്മങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ധർമ്മം വേണം, പക്ഷെ അധർമ്മം വേണ്ട. ആർക്കെങ്കിലും അഭിപ്രായം ചെയ്തു? ബുദ്ധിയുള്ള ആർക്കെങ്കിലും? 3, വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, ന്യായമില്ലാത്ത കയ്യേറ്റം. ന്യായമില്ലാത്ത കയ്യേറ്റം. ന്യായത്തോടു കൂടി നിങ്ങൾക്കൊരു സാധനം പിടിച്ചെടുക്കണമെങ്കിൽ പിടിച്ചെടുക്കാം, പക്ഷെ ന്യായമില്ലാത്തത്. നോക്കൂ സഹോദരന്മാരെ, എന്താണ് ഈ ന്യൂ ഇയർ ആഘോഷം? എന്താ നടക്കുന്നത്? ഇത് മൂന്നുമല്ലാതെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നീച പ്രവൃത്തി അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഓരോ ദിവസവും ജനുവരി 1 പത്രം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ജനുവരി 1 രാവിലത്തെ ന്യൂസ് നമ്മൾ ഫോളോ ചെയ്താൽ കിട്ടുന്നത് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ജീവനുകളെക്കുറിച്ചാണ്, അപകടങ്ങളെക്കുറിച്ചാണ്. അത് ആഘോഷിച്ചവരുടെ മാത്രമല്ല, ആഘോഷങ്ങളുടെ വികൃതികൾ തടുത്തു നിർത്താൻ വേണ്ടി നിയമിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും ജീവൻ നഷ്ടപ്പെടുന്നു, സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനമായി മദ്യപാനമാണ്, ആഭാസങ്ങളാണ്, നിശാപാർട്ടികളാണ്, അധാർമികതകളാണ്, ഒരു ന്യായവുമില്ലാത്ത കടന്നുകയറ്റമാണ്. അല്ലേ? 12 മണിക്ക് എല്ലാ ലൈറ്റും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആർക്കും ആരെയും കടന്നു കയറാം, പിടിക്കാം, എന്തും ചെയ്യാം. ലഹരി വസ്തുക്കളുടെ ഉപഭോഗമാണ്, അതിൻ്റെ വ്യവസായമാണ്, അതിൻ്റെ സാമാന്യവൽക്കരണമാണ്. സാമാന്യവൽക്കരണം കാരണം വലിയ വലിയ ആളുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ആളുകളായിപ്പോയത്. അപ്പൊ സാമാന്യവൽക്കരിച്ചു പോയി. പൊതുസ്ഥലങ്ങളിൽ ഇവ ഉപയോഗിച്ച് നടത്തുന്ന പാർട്ടികൾ, DJ പാർട്ടികൾ, എന്തൊക്കെ പേരുണ്ട്. ഇതൊക്കെയല്ലേ നടക്കുന്നത്? എപ്പോൾ? ഈ പട്ടിണിക്കാലത്താണ് നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഈ വർഷമെങ്കിലും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങളിൽ പങ്കെടുത്തവർക്ക് ഈ വർഷമെങ്കിലും അവരെ പിടിച്ചു വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നോക്കൂ സഹോദരന്മാരെ, ഈ പട്ടിണിക്കാലത്തും എത്ര കോടികളാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുക. ഇതിനു വേണ്ടി മാത്രമല്ല,
അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ, അതിന് സെക്യൂരിറ്റി കൊടുക്കാൻ എത്രയെത്ര മനുഷ്യ ജീവനുകളായിരിക്കും പൊലിയുക. ഞാൻ ചോദിക്കട്ടെ, ഒരു നന്മ പറഞ്ഞു തരാൻ പറ്റും? നമ്മൾ ആലോചിക്കണം. ഇന്നലെ പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 600 കോടിയുടെ ലഹരി വസ്തുക്കളാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. 600 കോടി. ഇത് ഏത് കണക്കാണല്ലോ? നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാണുകയും പിടിക്കുകയും ചെയ്ത ലഹരി വസ്തുക്കളുടെ കണക്കാണ്. ഉപയോഗത്തിലിരിക്കുന്നത് കാണാത്തതും പിടിക്കാത്തതും ഒക്കെയാണ്. എന്തിനാണെന്നറിയോ? ഈ ദിവസം നട്ടിച്ചു പൊടിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ചപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സിനിമ ഒരു കലയാണ്. പക്ഷെ ആ കലയുടെ പേരിലുള്ള സാംസ്കാരിക ജീർണത, അപക്വമതികളായ നടന്മാരും നടികളും, ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ചിത്രം വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ സമൂഹം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്, അന്ധമായി അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയുമാണ്. നിങ്ങൾ ആലോചിച്ചു, എന്താണ് ഇവരൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് അല്ലേ? ധാർമ്മികതയില്ലാത്ത ചില രാഷ്ട്രീയക്കാരുമുണ്ട് ഈ കൂട്ടത്തിൽ. അവരൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെയുള്ള എല്ലാ തോന്നിയാസങ്ങളും അതിൻ്റെ പേര് സാംസ്കാരികം എന്നാക്കി. കൾച്ചറൽ പ്രോഗ്രാം. എന്ത് സംസ്കാരം നിങ്ങൾ ആലോചിച്ചു? നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഇതുപോലെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോടും ചോദിച്ചാൽ അറിയാം അവരുടെ മനസ്സും അവരുടെ ജീവിതവുമൊക്കെ എന്തുമാത്രം വേവുന്നു ഈ ദിവസങ്ങളിലെന്ന്. നമ്മൾ ചോദിച്ചു നോക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട്, ഏതെങ്കിലും ഇത്തരം ഒരു സ്ഥലത്ത് നിയമിക്കപ്പെട്ട ആൾ, ഇതാണ് അവസ്ഥ. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് ഇവർ പറയാനുള്ള ഒന്നാമത്തെ. നിങ്ങൾ പറയില്ല, നമ്മൾ ഇതിൽ വേറൊന്നും പറയുന്നില്ല, മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം മാത്രമേ പറയൂ. ഈ കാരണത്താൽ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. രണ്ടാമത്തെ കാരണം സഹോദരന്മാരെ, ഇത് ആരുടെ സംസ്കാരമാണ്? നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമാണ്, ഭാരതത്തിൻ്റെ സംസ്കാരമാണ്, പോട്ടെ മനുഷ്യത്വമുള്ളവരുടെ സംസ്കാരമാണ്. വിശ്വാസിയുടെ സംസ്കാരം ഏതാനുമല്ല, വിശ്വാസിക്ക് പറ്റിയ സംസ്കാരമല്ല, ചര്യയല്ല. ഇതാരുടേതാണ്? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് മുതലാളിത്തത്തിൻ്റെ പടിഞ്ഞാറിൻ്റെ ഉൽപ്പന്നമാണ്. അവിടുന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഒരു സംശയാർക്കുമുണ്ട്. എവിടുന്ന് കിട്ടി ഈ സാധനം? അവിടുന്ന് കിട്ടിയതാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ വീട്ടിലുള്ള പ്രായമായ വല്യപ്പന്മാരോട് നിങ്ങൾ ചോദിക്കണം, ഇങ്ങനത്തെ ഒരു ആഘോഷം അവർക്ക് പരിചയമുണ്ടോ? ഇങ്ങനെ ഒരു ദിവസം. ഈ വാർത്താമാധ്യമങ്ങളൊക്കെ വികസിച്ചപ്പോൾ നമ്മളിതൊക്കെ കണ്ടു, നമുക്കും അങ്ങനെയൊക്കെ വേണം എന്ന് തോന്നി. അത് നിങ്ങൾ ആലോചിക്കൂ. അത് ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ മാത്രമല്ല. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ 8:30 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റാണ് ഓടേണ്ടത്. അവിടെ എത്തുമ്പോൾ 11 മണിയായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, വഴി ഞാൻ ഭയങ്കര ബ്ലോക്ക് വന്നപ്പോൾ നിർത്തി ഒരു മനുഷ്യനോട് ചോദിച്ചു. ആ മനുഷ്യനിട്ട കുപ്പായത്തിൻ്റെ കളറ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ടി മനസ്സിലാവും. കൊണ്ട് ഞാൻ പറയും, എന്താ പരിപാടി? അയാൾ എന്നോട് പറഞ്ഞത്, നല്ലൊരു മനുഷ്യൻ. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് മോങ്ങത്തേക്ക് പോകണം. നിങ്ങൾ ഇതിലൂടെ കയറി അപ്പുറത്ത് പോയിക്കോ, ഇത് DG പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടി ജയിച്ചത്. ഞാൻ ചോദിച്ചു, എപ്പോൾ തീരും? 10 മണിയോടെ എന്തായാലും തീരില്ല. എന്താ സംഗതിയല്ലോ, ഈ മലപ്പുറം കോഴിക്കോട് റൂട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. DG പാർട്ടി നടത്തുകയാണ്. ഞാനിതാ പറഞ്ഞത്, വികലമായ എന്തൊരു സാമൂഹ്യ സേവനമാണ്, രാഷ്ട്രീയ സേവനമാണ്. ഇങ്ങോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇതെവിടുന്ന് കിട്ടി ഈ DG പാർട്ടി? ഞാൻ ആ പേര് എനിക്ക് അത്ഭുതമായിപ്പോയി. ഈ മലപ്പുറം ജില്ലയുടെ ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരുത്തൻ ഏത് പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്? എവിടെ കിട്ടി? ഇത് പടിഞ്ഞാറിൻ്റെ ഉൽപ്പന്നമാണ്.
ഇത്തരം തിന്മകളുടെ ആഘോഷങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾക്കൊരു കാലം വരാൻ പോകുന്നുണ്ട്, അന്ന് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. ഹത്താ ലൗ സലകൂ ജുഹ്റ ദബ്ബിൻ ലസലക്തുമൂ. അവരൊരു പാമ്പിന്റെയോ ഉടുമ്പിന്റെയോ കമ്മാളത്തിലേക്ക് അവർ കടന്നാൽ നിങ്ങളും കടന്നു. അവിടുന്ന് വന്നതാണ് ടീച്ചർ. നമ്മളത് മനസ്സിലാക്കണം. ഇത്തരം ആഘോഷങ്ങളോട് സഹോദരന്മാരെ നാം ഒരിക്കലും സഹകരിച്ചുകൂടാ. മൂർധാബാധ വിളിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്. മറ്റുള്ളവരുടെ സംസ്കാരത്തെ അല്ല നാം പിൻപറ്റേണ്ടത്. നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ, നമുക്ക് ആഘോഷിക്കണമെങ്കിൽ ആ ആഘോഷം നമ്മുടെ സംസ്കാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വത്വത്തെ നഷ്ടപ്പെടുത്താതെ ആയിരിക്കണം സഹോദരന്മാർ. നമ്മൾ ആരെയാണ് പിൻപറ്റുന്നത്? എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കൊരു സംസ്കാരമില്ലേ? അതിനെ വികലമാക്കരുത് സഹോദരങ്ങളെ. അതിനെ വികലമാക്കുന്നവരുടെ സാംസ്കാരിക ജീർണതയുടെ വൈറസുകൾ നമ്മിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. പേര് മുസ്ലിം ആയതുകൊണ്ടോ മുസ്ലിം നാമധാരികളായതുകൊണ്ടോ ഈ വൈറസ് പകരാതിരിക്കൂല. ഇത് പകരുകയാണ്. അതുകൊണ്ട് ഇത് പകരാതിരിക്കാൻ നമ്മൾ മാസ്ക് ധരിക്കണം. ഇത് പകരാതിരിക്കണം. ഈ പടിഞ്ഞാറിന്റെ ഉൽപ്പന്നമായ ഈ വൈറസുകൾ അല്ലേ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വൈറസ് ചൈനയുടേതല്ലേ? ചൈന അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത് ഈ വൈറസ്. ഇതിന് നാം ശക്തിയുള്ള മാസ്ക് ധരിക്കണം സഹോദരന്മാരെ. ശക്തിയുള്ള മാസ്ക്. സോഷ്യൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് വേണം. ഇവരോട് അകന്നു നിൽക്കണം. എങ്ങനെ അകന്നു നിൽക്കണം? ശാരീരികമായി അകലണം. അല്ലെങ്കിൽ ഇത് വരും. സാമൂഹ്യമായി അകലണം. ഇവരുടെ സാമൂഹ്യ ശാസ്ത്രമല്ല നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതായ കൃത്യമായ ഒരു ബോധ്യമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അതാണ് വേണ്ടത്. ഇവിടെയാണ് നമ്മൾ മാസ്ക് ഇടേണ്ടത്. ഇവിടെ നമുക്ക് മാസ്ക് ഇല്ല. ഇവിടെ നമുക്ക് സോഷ്യൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ആ അകലൊന്നും നമ്മളിവിടെ പാലിക്കുന്നില്ല. ഇതുവരെ നമ്മൾ കൃത്യമായി ഓർക്കണം സഹോദരന്മാരെ. നാം പോകുന്ന ഈ വഴി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നൊരു ഉപദേശമുണ്ട്. സൂറത്തു മാഇദയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതാണ്. 41-ാമത്തെ വചനം. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. അല്ലാഹു അവതരിപ്പിച്ചു തന്നത് എന്താണോ അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്. ബിമാ അൻസൽ. ഇത് റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്. റസൂലുള്ള വഫാത്തായി. ഇനി നമ്മളോടാ. വഅനിഹ്കും ബിമാ അൻസലല്ലാഹ്. നിന്റെ ജീവിതത്തിൽ, അത് നിന്റെ രാഷ്ട്രീയ ജീവിതമാകട്ടെ, നിന്റെ ബിസിനസ് ജീവിതമാകട്ടെ, നിന്റെ ബെഡ്റൂം ജീവിതമാകട്ടെ, നീ തീരുമാനമെടുക്കേണ്ടത് ബിമാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വലാ തത്തബിഅ അഹ്വാഅഹും. അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റരുത്. ആരാണ് അവർ? പറയേണ്ടത്. ഇത്തരം ഉൽപ്പന്നങ്ങളെ പൗരസ്ത്യ ദേശങ്ങളിലേക്ക്, നമ്മുടെ നാടുകളിലേക്ക് കയറ്റി അയച്ച് അത് ഇവിടെ പടർത്താൻ, പ്രസരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇച്ഛകൾ, അതിന്റെ പിന്നിലാകരുത് നാം. വലാ തത്തബിഅ അഹ്വാഅഹും വഹ്ദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക്. അല്ലാഹു അവതരിപ്പിച്ചു തന്ന തത്വങ്ങളിൽ ചിലതിൽ നിന്ന് ഇവർ നിന്നെ തെറ്റിച്ച് കളയുന്നതിനെ കുറിച്ച് നീ ജാഗ്രത പുലർത്തണം. അള്ളാന്റെ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ്. നീ ജാഗ്രത പുലർത്തണം ഇവരെ കുറിച്ച്, ഈ ആളുകളെ കുറിച്ച്. എന്താ കാരണം? അവർ അള്ളാഹു അവതരിപ്പിച്ച ചിലതിൽ നിന്ന് നിന്നെ അവർ തെറ്റിച്ചു. നിസ്കാരല്ലേ? നിസ്കാരമുണ്ട്. റമദാൻ മാസത്തിലോ നോമ്പുണ്ട്, ഹജ്ജോ ചെയ്തിട്ട് ഉംറയോ ഉണ്ട്. അതാണ് ചിലതിൽ നിന്ന് അവർ തെറ്റിച്ചു കളയും. ആ ചിലതിലൂടെ നീ നശിച്ചു കളയും. ആ ചിലതിലൂടെ നിന്നിലേക്ക് പടർന്നിട്ടുള്ള ഈ വൈറസുകളെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത വിധം അത് ശക്തമായി വരും.
എന്നിട്ട് അല്ലാഹു ഒരു ശക്തമായ താക്കീത് നൽകുന്നു, ഫഇൻ തവല്ലൗ ഫഅലം, ഫഇൻ തവല്ലൗ, ഇത് കേൾക്കാൻ ഭാവമില്ലെങ്കിൽ, ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഅലം, അറിയണം, അന്നമാ യുരീദുല്ലാഹു അയ്യുസ്രിബഹും ബിബഅദി ദുനൂബിഹിം, ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആപത്തിനേക്കാൾ കടുപ്പമുള്ള ആപത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ പാതകം കാരണം നിങ്ങളെ പിടികൂടും. വിശദീകരിക്കണ്ടല്ലോ, ആണോ? വേണ്ട. കിഴക്കിനേക്കാൾ ഉറങ്ങിലിച്ചു നിൽക്കുന്നത് ഇന്ന് പടിഞ്ഞാറാണ്, അല്ലേ? സംസ്കാരമുണ്ടെന്ന് പറയുന്ന, സയൻസ് ഉണ്ടെന്ന് പറയുന്ന, ടെക്നോളജി ഉണ്ടെന്ന് പറയുന്ന, യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് പറയുന്ന, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്ന് പറയുന്ന യൂറോപ്പാണ് വിറങ്ങലിച്ചു നിൽക്കുന്നത്. കേൾക്കണം, വായിക്കണം. നാം സൂറത്തു മാഇദയിലെ ഈ 49-ാമത്തെ വചനം വായിക്കണം. ഫഇൻ തവല്ലൗ, നിങ്ങൾ ഇത് കേൾക്കാൻ ഭാവമില്ലെങ്കിൽ, പിന്തിരിഞ്ഞു പോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഫഅലം, അറിഞ്ഞുകൊള്ളുക, അന്നമാ യുരീദുല്ലാഹു അയ്യുസ്രിബഹും ബിബഅദി ദുനൂബിഹിം, നിങ്ങൾ ചെയ്യുന്ന ഈ ചില തെറ്റുകൾ കാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തുകളെക്കാൾ വലുത് നിങ്ങളെ പിടികൂടും. മനുഷ്യരിൽ ഭൂരിഭാഗവും ധിക്കാരികൾ തന്നെയാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ട് കാരണം. നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാഹു പറഞ്ഞതുപോലെ ജാഗ്രത പുലർത്തുക, ജാഗ്രത പുലർത്തുക. എൻ്റെ വാക്ക് വളരെ കൃത്യമാണ്. ഈ സംസ്കാരങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ നമ്മൾ മാസ്ക് ധരിക്കണം. നമുക്ക് അവരുമായി സാമൂഹ്യ അകലമുണ്ടാകണം, നമുക്ക് അവരുമായി ശാരീരിക അകലമുണ്ടാകണം. എന്നിട്ട് നമ്മുടെ ആരോഗ്യത്തെ നാം നിലനിർത്തണം. എന്തിനാറിയോ? ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുക. അൽഹംദുലില്ലാഹ്, സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് ഒരാണ്ട് കൂടി വിട പറയുകയാണ്. ഖബറിലേക്ക്, മരണത്തിലേക്ക് വളരെ അടുത്തു എന്ന ഗൗരവമായ ചിന്തയാണ് ഈ സമയത്ത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനിലായിരിക്കണം. അടുത്തു എന്നുള്ളത് ഉറപ്പാണ്. കാരണം കലണ്ടർ മാറ്റാൻ പോവുകയാണ്, ഡയറിയുടെ പേജുകൾ മറിച്ചിടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്തരം ഒരു ഘട്ടത്തിൽ നൽകിയ വല്ലാത്ത ഒരു ഉപദേശമുണ്ട്. അതിങ്ങനെയാണ്: ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ നിങ്ങളെ ഒന്ന് വിചാരണ നടത്തണം. നിങ്ങളൊരു വലിയ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് ഒരു മുഹാസബത്ത് നമ്മൾ നടത്തണം. വസിനു അൻഫുസക്കും ഖബ്ല അൻ തുസലു. നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വയം തൂക്കി നോക്കണം. ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കണം. ഇന്നത്തെ എത്ര ഗ്രാം ഉണ്ടാവും? ഓരോ പ്രവർത്തനം കഴിഞ്ഞ് ഒരു ചിരി നോക്കൂ. വഴിയിൽ പോകുന്ന ഒരുത്തനെ കണ്ടപ്പോൾ ചിരിച്ചത് നിങ്ങളുടെ മീസാനിൽ കനം തൂക്കുന്ന ഒരു കർമ്മമാണ്. പക്ഷെ ചിരിച്ച ശേഷം നമ്മളൊന്ന് തൂക്കി നോക്കണം, എന്തിനാ ചിരിച്ചത്? വസിനു അൻഫുസക്കും ഖബ്ല അൻ തുസനു. ഇതൊരു മോക്കാണ് ശരിക്കും. എല്ലാത്തിനും ഇപ്പം മോക്കുണ്ട്. ഇതൊരു മോക്കാണ്. فإنه أهون عليكم في الحساب غدا أن تحاسبوا أنفسكم اليوم. ഇന്ന് നിങ്ങളെ വിചാരണ നടത്തുക എന്നത് നാളെ നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വതസയ്യനൂ ലിൽഅർദിൽ അക്ബർ. ഒരു വലിയ ഗ്രാൻഡ് എക്സിബിഷൻ വരാൻ പോകുന്നുണ്ട്. അർദുൽ അക്ബർ, ഗ്രാൻഡ് എക്സിബിഷൻ, വലിയ ഒരു എക്സിബിഷൻ വരാൻ പോകുന്നുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച മുഴുവൻ ജീവികളും ഒരുമിച്ച് കൂടുന്ന ഒരു എക്സിബിഷൻ. വതസയ്യനൂ, ആ എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. തസയ്യനൂ, സീനത്തുള്ളവരാവും, ഭംഗിയുള്ളവരാവും അതിൽ പങ്കെടുക്കുക. ഏതാന്ന് പറയണ്ടല്ലോ. അന്ന് യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ലാത്ത വിധം എല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്യും, പ്രദർശിപ്പിക്കും. സഹോദരങ്ങളെ, ഒരു വിചാരണ നമ്മളൊക്കെ നടത്തണം. ഒരു വിചാരണ.
നമ്മുടെ പള്ളിയിൽ ഈ വിചാരണയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബ് മുതൽ ഇശാ വരെ, എല്ലാ ബുധനാഴ്ചയും. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എനിക്ക് അള്ളാഹുവിനെ നഫ്സുൻ മുത്മഇന്നയായി കണ്ടുമുട്ടണമെന്ന്? ആർക്കെങ്കിലും പൂതിയുണ്ടോ എൻ്റെ മരണസമയത്ത് എൻ്റെ ചുറ്റുഭാഗവും മലക്കുകൾ വന്നു നിന്ന് എന്നോട് പറയണം സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത? ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ മയ്യത്ത് കട്ടിലിൽ കിടന്നിട്ട് പോകുമ്പോ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, വഴിയുണ്ട്. ആ വഴിയാണ് ഈ പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബ് മുതൽ ഇശാ വരെ കഴിയുന്നത്ര നിങ്ങൾ ആഗ്രഹിക്കുക, കൊതിക്കുക, പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മാത്രമല്ല, ആരൊക്കെ ഇങ്ങനെയാകണം എന്ന് നമുക്ക് കൊതിയുണ്ടോ അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നോക്കൂ, നമ്മളിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾക്ക് അള്ളാഹുവിനോടല്ലേ ഏറ്റവും സ്നേഹം. അപ്പോൾ ആ കണ്ടുമുട്ടുന്ന സമയത്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ, അതിനുവേണ്ടി മാത്രം അള്ളാഹു നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്നലെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതല്ലാത്ത പലതരം വൈറസുകളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമിനായ റബ്ബേ, എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ശിഫ നൽകണമേ, ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, തൗഹീദോടുകൂടി, തഖ്വയോടുകൂടി ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലനിൽക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.